ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അറസ്റ്റ് ചെയ്തത്. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഓഫീസിലെത്തിച്ച് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. SIT അന്വേഷണം തുടങ്ങി 6ാമത്തെ ദിവസമാണ് കേസിലെ നിർണായക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂർ യാത്ര ദുരൂഹമാണെന്നും SIT വിലയിരുത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും SIT വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സംഘം കസ്റ്റഡിയിലെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് SIT പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണവും കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവും 2 കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു 1ാം പ്രതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 3:30യോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. ഇന്നുച്ചയ്ക്ക് 12:30യോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ആഗോള അയ്യപ്പ സംഗമകാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഉയർന്നു വന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ലെന്ന ആരോപണവുമായാണ് പോറ്റിയുടെ രംഗപ്രവേശം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പുകളുടെ പരമ്പരയിലേക്ക് വെളിച്ചം വീശിയത്.